കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 10 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള കാറോട്ട മത്സരപ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പ്രീക്കിന് നാളെ തുടക്കമാകും. മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബഹ്റിൻ മന്ത്രിസഭായോഗം ഗ്രാൻഡ് പ്രിക്സിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ബഹ്റൈനിലെ 21ാമത്തെ ഗ്രാൻഡ് പ്രീ മത്സരമാണ് ഇത്. ഗ്രാൻഡ് പ്രിയോടനുബന്ധിച്ച് രാജ്യത്ത് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് അധികൃതർ സമഗ്രമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് പരിസരത്തേക്കുള്ള അനധികൃത പ്രവേശനം തടയുന്നതിനായി പ്രധാന റോഡുകളിൽ വാഹന പരിശോധനാ കേന്ദ്രങ്ങളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് ആക്സസ് പോയിന്റുകളുള്ള വിപുലീകരിച്ച പ്രവേശന കവാടങ്ങളും തൊഴിൽ മന്ത്രാലയത്തിന്റെയും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസിന്റെയും സഹകരണത്തോടെ കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി 3 താൽക്കാലിക കാൽനട പാലങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. BIC മീഡിയ സെന്ററിൽ നടന്ന പത്രസമ്മേളനത്തിൽ ലഫ്റ്റനന്റ് കേണൽ ആദേൽ അൽ ദോസേരി ഫോർമുല 1 തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകി. വിവിധ ട്രാവൽ ഏജൻസികൾ, ഹോട്ടലുകൾ, ഈവന്റ് മാനേജ്മെന്റ് കമ്പനികൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിദേശത്തു നിന്നുള്ള നിരവധി ടൂർ പാക്കേജുകളും ഗ്രാൻഡ് പ്രിയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 13 ഞായറാഴ്ച കാറോട്ട മത്സരം സമാപിക്കും. ഷേരി, സാഫി, അൻഡാക് മത്സ്യങ്ങൾ പിടിക്കുന്നതിനുള്ള 2 മാസത്തെ സീസണൽ നിരോധനം മൂലം ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാനുള്ള അടിയന്തര നിർദ്ദേശത്തിന് ബഹ്റിൻ പാർലമെന്റ് MPമാർ ഏകകണ്ഠമായി അംഗീകാരം നൽകി. ഏപ്രിൽ 1 മുതൽ 31 വരെ നീണ്ടുനിൽക്കുന്ന നിരോധനം മൂലം മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് MP ഹിഷാം അൽ അഷീരിയുടെ നേതൃത്വത്തിലുള്ള 5 MPമാർ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. രാജ്യത്തെ സമുദ്രജീവികളെ സംരക്ഷിക്കാനും മത്സ്യശേഖരത്തിന്റെ ദീർഘകാല സ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നതാണ് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് ഏർപ്പെടുത്തിയ നിരോധനം. തീരുമാനത്തിന് പിന്നിലെ പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾക്ക് പിന്തുണ നൽകിയെങ്കിലും MPമാർ മാനുഷികവും സാമ്പത്തികവുമായ നാശനഷ്ടങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു. ബഹ്റിൻ സ്മാർട്ട് സിറ്റീസ് ഉച്ചകോടിയുടെ 8ാമത് പതിപ്പ് ഏപ്രിൽ 15 ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ ആരംഭിക്കും. ഷെറാട്ടൺ ഹോട്ടലിൽ നടക്കുന്ന ഉച്ചകോടി ഏപ്രിൽ 16 സമാപിക്കും. സ്മാർട്ട് അർബൻ വികസനത്തിൽ ആഗോള വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനും ബഹ്റിനിന്റെ മുൻനിര പ്രാദേശിക അനുഭവങ്ങളുമായി സംയോജിപ്പിക്കാനും ഈ പരിപാടി ലക്ഷ്യമിടുന്നുവെന്ന് മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രി വയീൽ ബിൻ നാസർ അൽ മുബാറക് പറഞ്ഞു. മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം, മരാമത്ത് മന്ത്രാലയം, ഭവന നഗരാസൂത്രണ മന്ത്രാലയം, സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോ, ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവയുൾപ്പെടെ രാജ്യത്തെ 9 സർക്കാർ സ്ഥാപനങ്ങൾ പങ്കെടുക്കും. സ്മാർട്ട് അർബൻ പ്ലാനിങ്ങിലും സുസ്ഥിര ഡിജിറ്റൽ സൊല്യൂഷനുകളിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി സൗദി അറേബ്യ, UAE, ഒമാൻ, ഖത്തർ, ജിബൂതി എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തവും ഉച്ചകോടിയിലുണ്ടാകും. സർക്കാർ സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, പ്രാദേശിക കമ്പനികൾ, സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്നിവരുൾപ്പെടെ 15-ലധികം പ്രദർശകർ എക്സിബിഷനിൽ പങ്കെടുക്കും. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്.
ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം ഈദ് പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഈദിയ 2025 ഈദ് സംഗമം അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റയ്യാൻ മദ്രസ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടിയിൽ ഖുർആൻ പാരായണ മത്സരം, പ്രസംഗ മത്സരം, ജസ്റ്റ് എ മിനിറ്റ്, മധുരം മലയാളം ക്വിസ് മത്സരം, ഗാനാലാപനം, ഖുർആൻ അന്താക്ഷരി തുടങ്ങിയവ അരങ്ങേറി. പ്രസിഡന്റ് ടി.പി. അബ്ദുൾ അസീസ്, ജനറൽ സെക്രട്ടറി എം.എം. റിസാലുദ്ദീൻ, ട്രഷറർ ഹംസ അമീദ്, സെന്റർ ചെയർമാൻ വി.പി. അബ്ദുൾ റസാഖ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉസ്താദ് സമീർ ഫാറൂഖി, സയ്യദ് മുഹമ്മദ് ഹംറാസ്, വസീം അൽ ഹിക്കമി എന്നിവരുടെ ക്ലാസുകൾ സദസ്സിനെ വിജ്ഞാനമേകുന്നവയായിരുന്നു. അബ്ദുൽ ലത്തീഫ് ചാലിയം, സാദിഖ് ബിൻ യഹ്യ, അബ്ദുൽ ലത്തീഫ് സി.എം, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ലത്തീഫ് അലിയമ്പത്ത്, തൗസിഫ് അഷ്റഫ്, ബിനു ഇസ്മായിൽ, മുഹമ്മദ് നസീർ, അബ്ദുൽ ഗഫൂർ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പീഡാനുഭവവാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകുവാനെത്തിയ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്തയും സെന്റ് തോമസ് വൈദിക സംഘം പ്രസിഡന്റുമായ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസിനെ കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരേക്കൽ, സഹവികാരി റവറൻ ഫാദർ തോമസ് കുട്ടി പി.എൻ., റവറൻ ഫാദർ സജി മേക്കാട്ട്, ട്രസ്റ്റി സജി ജോർജ്, സെക്രട്ടറി ബിനു മാത്യു ഈപ്പൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ ചേർന്ന് ബഹ്റിൻ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ കേരള ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള മലയാളം മിഷൻ പാഠ്യപദ്ധതി അനുസരിച്ച് ബഹ്റിൻ കേരള സമാജവുമായി ചേർന്ന് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 8:30 വരെ പ്രവർത്തിക്കുന്ന മലയാളം പാഠശാലയിലേക്കുള്ള പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷൻ തുടരുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഡ്മിഷൻ ആവശ്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ 66393930 അല്ലെങ്കിൽ 34151895 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്.